വലിയൊരു വിശ്വാസിയും ഭക്തനുമാണല്ലേ. നമ്മളിങ്ങനെ സഞ്ജു ഇങ്ങനെ ഓരോ ബോളിന് ശേഷവും അതിന് മുമ്പും ഇങ്ങനെ കാണിക്കുന്നത് ഇത് അവന് എല്ലാ ബാറ്റർക്കും ചില വിഷയങ്ങളുണ്ട്. വിശ്വാസിയാണ്, വിശ്വാസം വേണം, വിശ്വാസമാണ് എന്ന് പറഞ്ഞ് കാലാകാലം മൊത്തവും പള്ളിയിൽ പോയിരിക്കുക. നമുക്ക് എല്ലാ ദൈവങ്ങളെയും ബഹുമാനമാണ്. ഞാൻ കടന്നു പോകുന്നിടത്ത് ഒരു അമ്പലമുണ്ടോ ഒരു മസ്ജിദുണ്ടോ അത് നോക്കിയിട്ടേ ഞാൻ അവിടെയും നമിച്ചു പോകും. കാരണം നമ്മുടെ പൂർവികരാണ്. എൻ്റെ യേശുക്രിസ്തു ആയിരുന്നാലും ശരി, നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾ വണങ്ങുന്ന ദൈവങ്ങളായിരുന്നാലും ശരി, മുസ്ലിം സഹോദരങ്ങൾ വണങ്ങുന്ന ദൈവങ്ങളായിരുന്നാലും ശരി, അവരാരാണ്? ഈ ഭൂമിയിൽ ജനിച്ച് വളർന്ന് ഭൂമിയിൽ നന്മകൾ ചെയ്ത് ഈ ഇതിൽ നിന്ന് മറഞ്ഞ ജന്മങ്ങളാണ്. അപ്പോൾ ആ ജന്മങ്ങൾ നമ്മുടെ സീനിയേഴ്സാണ്. ഈ ആക്ഷൻ ചോദിച്ചല്ലോ, അത് അവൻ്റെ ഒരു ക്രിക്കറ്റിംഗ് സ്റ്റൈലിൽ ഓരോരുത്തർക്കും ഒരു ആക്ഷനുണ്ട്. ചിലരിങ്ങനെ ഗ്ലൗ മാറ്റി മാറ്റി, ധോനിജി എപ്പോഴും ഗ്ലൗ മാറ്റി മാറ്റിയിടും, കണ്ടിട്ടില്ലേ? മാറ്റി നിൽക്കുമ്പോൾ പുള്ളി എപ്പോഴും ഈ ഇങ്ങനെ മാറ്റി. അതേപോലെ അവൻ ഇങ്ങനെ വയ്ക്കണം. അത് ഇതിൻ്റെ വിശ്വാസമല്ല. ഇന്ന് സഞ്ജു നമുക്ക് ആ ഫസ്റ്റ് ഇന്നിങ്സ് വെസ്റ്റ് ഇൻഡീസിൻ്റെ കളി കഴിഞ്ഞപ്പോൾ അവനൊരു ദൈവവിശ്വാസം നമ്മളെ ഷോ ചെയ്തു. അവൻ്റെ വിശ്വാസം ഇന്ന് വരെ നിങ്ങൾ അവനെ കണ്ട, സഞ്ജുവിനെ കണ്ട നിങ്ങൾ എന്തെങ്കിലും എവിടെയെങ്കിലും അവൻ നിങ്ങളെ ഇങ്ങനൊരു ഫീലിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ടോ? നോക്കി, ഇതിനു മുമ്പ് വെസ്റ്റ് ഇൻഡീസിൻ്റെ കളിയുടെ അവിടെ അവൻ അന്നൊരു ഫീലിങ്സ് ഷോ ചെയ്തു. അതിനു മുമ്പ് അവനെ എവിടെയെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഇന്നിങ്സിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് അവൻ്റെ ഉള്ളിൽ നിന്ന് അത് വന്നു? അവനെ ലോകം മൊത്തം പരിഹസിക്കുന്നു. അവൻ ഇന്ത്യയുടെ T20 ഇന്ത്യയുടെ ഓപ്പൺ സ്കോറിൽ 3 സെഞ്ചുറി അടിക്കുന്നു. അവൻ അങ്ങോട്ടടിക്കുന്നു, അവൻ ഇങ്ങോട്ടടിക്കുന്നു, അവനായിട്ട് തട്ടുന്നു, കളിക്കുന്നു, മുട്ടുന്നു. നിങ്ങൾ അവനായിട്ട് കളിപ്പാട്ടം പോലെ തട്ടി കളിക്കുന്നു. എൻ്റെ പിള്ളേർ തട്ടിക്കളിച്ച് അവനെ ഇല്ലാതാക്കി. അവൻ ഈ ഡഗ് ഔട്ടിൽ ഇരിക്കുമ്പോൾ അവൻ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എൻ്റെ മോൻ കണ്ടിട്ടുണ്ടോ? എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റി, എന്നെ കൊണ്ട് ഇവിടെ ഇരുത്തിയിരിക്കുന്ന പിടിച്ച് കെട്ടിയിട്ടിരിക്കും എൻ്റെ പിള്ളേർ. അവൻ കളത്തിറങ്ങിയ പുലിയാണ്, സിംഹമാണ് അവൻ. ആ സിംഹത്തെ പിടിച്ച് നിങ്ങൾ കൂട്ടിക്കെട്ടിയിട്ടിരിക്കും, അവൻ്റെ മുഖത്ത് കാണുന്നു. അപ്പോൾ ആ എല്ലാം നിങ്ങൾ അവനെ ഇത്രയും ഡിസ്റ്റർബ് ചെയ്ത് ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അവൻ ഒരു ലോകോത്തര ഇന്നിങ്സ്, ഒരു നോക്കൗട്ടിൽ ഇന്ത്യ, അവൻ ആ ഇന്നിങ്സ് ഇന്ത്യ അവിടെ പുറത്ത്, അങ്ങനെ ഒരു ഇന്നിങ്സ് അവൻ ഭയങ്കരമായി കളിച്ചപ്പോൾ അവൻ്റെ ആത്മാവ് അവൻ പെട്ടെന്ന് ഇമോഷണലായി. അവൻ മുറിക്കകത്ത് ദൈവത്തെ വണങ്ങുന്ന അവൻ, നിങ്ങൾ അവനെ ഇത്രയും ഡിസ്റ്റർബ് ചെയ്ത് അവനെ നശിപ്പിച്ച് അവൻ എൻ്റെ പിള്ളേ കളി നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. എന്നോട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, അച്ഛാ അമ്മ ഞാൻ ഇനി കളിക്കുന്നില്ല, അതോടെ മതിയാക്കും, ഞാൻ നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് പോയ അവൻ ഇങ്ങനെ ഒരു ഇന്നിങ്സ് രാജ്യത്തിന് വേണ്ടി രാജ്യത്തെ സെമിയിൽ കൊണ്ട് നിർത്തിയപ്പോൾ അവൻ അവിടെ മുട്ടിൽ വീണ് അവൻ്റെ ദൈവത്തെ വിളിച്ചു. തീർച്ചയായിട്ടും അത് അവൻ്റെ ഇമോഷണൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.